നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്താ നോക്കി നിൽക്കുന്ന? നീ കഴിക്കുന്നില്ലേ? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? നിങ്ങൾ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ? മീനാക്ഷി, എനിക്ക് നിങ്ങളെ പേടിയാ. നിങ്ങൾ എന്തും ചെയ്യും. അത്രയ്ക്ക് മോശമായ മനസ്സാ നിങ്ങളുടേത്. എന്റെ അമ്മയെ കൊന്നതുപോലെ നിങ്ങൾ എന്നെയും കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ നിന്നെ കൊല്ലാൻ ഞാൻ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. നിങ്ങൾ അതും ചെയ്യുന്ന സ്ത്രീയാ. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. ഈ നൂഡിൽസിൽ ഞാൻ പോയിസൺ ചേർത്തിട്ടില്ലെന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു തരാം. എന്റെ പ്ലാൻ സക്സസ് ആയി. ഇവര് കിടന്നുറങ്ങുമ്പോ എനിക്ക് എന്റെ വല്യമ്മയുടെ കൂടെ പോവാലോ. ദൈവമേ, ഇവരിത് മുഴുവൻ കഴിക്കുകയാണല്ലോ. ഉറങ്ങാനുള്ള മരുന്നാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നിങ്ങൾ എന്തിനാ ഇത് മുഴുവൻ കഴിക്കുന്നേ? നീ പേടിക്കണ്ട, നിനക്ക് വേറെ ഇരിപ്പുണ്ട്. എന്നാലും നിന്നെ കൊല്ലാൻ ഞാൻ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലേ ഞാനിപ്പോ മരിച്ചു വീഴുമല്ലോ. ദൈവമേ, ഇത് മുഴുവൻ കഴിച്ചാ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? മതി കഴിച്ചത്. എന്താ മീനാക്ഷി ഇത്? അതിലും അമിതമായി ഉറക്കമരുന്ന് കലർത്തിയിട്ടുണ്ട്. എന്താ എന്താ പറ്റിയേ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? അയ്യോ 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 എന്റെ ദൈവമേ, മുത്തശ്ശൻ അവിടെ ഇല്ലല്ലോ. എന്താ പറ്റിയത് മോളെ? നന്ദിനി മോളെ, ഇതെന്താ പറ്റിയത്? ഇവര് ഉറക്കമരുന്ന് കഴിച്ചു. അയ്യോ, എന്താ പ്രശ്നമുണ്ട് മോളെ? അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് പിടിക്കേ. അതൊക്കെ നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നത്? അമ്മയുടെ മൂത്ത മരുമകളാ നന്ദിനിയടത്തി. അതായത് നിന്റെ അച്ഛൻ ജയറാമന്റെ യഥാർത്ഥ ഭാര്യ. എന്റെ അച്ഛന്റെ ഭാര്യയോ?
അതെ, എന്റെ രാമേട്ടന്റെ പെങ്ങളാ നിന്റെ അമ്മ. എന്റെ ജയേട്ടനെ നന്ദിനിയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എന്റെ ജയേട്ടനെ തട്ടിക്കൊണ്ടു പോയ നെറുകെട്ട സ്ത്രീയാ നിന്റെ അമ്മ മാധുരി. അതിന്റെ പേരിൽ ജീവിതം തൊലഞ്ഞു പോയ ഒരു പഞ്ചഭാവമായ എന്റെ നന്ദിനി. അവൾ അതിനകത്ത് മരണവുമായി മല്ലിടുക. ദൈവത്തിന് പോലും കണ്ണില്ലാതായി പോയല്ലോ. അമ്മേ, ഡോക്ടർ, ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. മാരകമായ പോയ്സണാണ് കഴിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ചാൻസ് 100-ൽ 1 മാത്രമാണ്. ഇതെന്താ സംഭവിച്ചത്? എന്റെ ദേവം വിഷം കഴിക്കാൻ എന്തായിരുന്നു കാരണം? അവിടെ ഇന്ദ്രജ അമ്മായി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മീനാക്ഷി? അല്ല, ഞാനാ കാരണക്കാരി. അമ്മ വിഷം കഴിച്ചതല്ല, ഞാൻ കൊടുത്തതാ. മഹാപാപിയായ ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.